ഇനി 56 ദിവസമാണ് നീറ്റ് എക്സാമിനുള്ളത്. ഇനി എങ്ങനെ ഡിസിപ്ലിൻഡായിട്ട് പഠിക്കാം എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം കൂടുതൽ ആളുകളും പഴയ റിഗ്രറ്റുമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് എനിക്ക് അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു, ഞാനതെല്ലാം വേസ്റ്റ് ചെയ്തു, ഇനി എങ്ങനെയാണ് പറ്റുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ഉഴപ്പത്തില്ലായിരുന്നു, നിങ്ങൾ ഇത്രയും കൂടെ എഫേർട്ട് ഇടുമായിരുന്നു. പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി പഴയ കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ നീറ്റ് എക്സാമിന് നിങ്ങളൊരു 300 200 മാർക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് അന്നേരം എനിക്ക് ഈ ഒരു സമയത്തെങ്കിലും പഠിക്കാമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്. അതായത് ഇങ്ങനത്തെ ഇത്രയും റിഗ്രറ്റും ഇങ്ങനെ ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ കൂടാതെ നിങ്ങൾക്ക് പോയി നീറ്റ് എക്സാം എഴുതാനും കൂടെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇനിയുള്ള സമയം നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ചില കൊച്ചുങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇനിയിപ്പോൾ എന്തായാലും പറ്റത്തില്ല, ഞാൻ അടുത്ത പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തോളാം. പക്ഷേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടടാ. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 95% അല്ലെങ്കിൽ ഒരു 97% ആയിട്ട് നല്ല ഹോസ്റ്റലൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അടുത്ത പ്രാവശ്യം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ കൂടെയാണ്. അതായത് ഇപ്പോൾ +2 എഴുതുന്ന കൊച്ചുങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റീവ്ലി എക്സാം ഈസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് കൂടും. അപ്പോൾ അവരെ അപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഒരു റാങ്കിങ് സിസ്റ്റം ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മോശം ഹോസ്റ്റലിലേക്കോ അങ്ങനത്തെ ഒരു സാഹചര്യം, ചിലപ്പോൾ കിട്ടാത്ത സാഹചര്യം, ബ്രിമ്മിലൊക്കെ നിൽക്കുന്നവർക്ക് കിട്ടാത്ത സാഹചര്യം വരെ വരും. അപ്പം നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ നീറ്റിൻ്റെ സ്കോർ. മനസ്സിലായോ? ഇപ്പോൾ എന്തായാലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും നിങ്ങളുടെ നീറ്റ് എക്സാം എൻട്രി ചെയ്യേണ്ടുന്ന ഒരു കോളവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇത്തിരി കൂടെ നല്ല രീതിയിൽ ഹ്യൂമിലേറ്റഡ് ആവും. അപ്പോൾ അതിലും ഭേദം നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നോക്കുക. എനിക്കിപ്പോൾ ഗവൺമെൻറ്റിൽ ആയുർവേദം കിട്ടുമായിരുന്നു, എന്നിട്ട് ഞാൻ MBBS ആഗ്രഹം കൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു വാല്യൂ ഉണ്ടടാ. അല്ലാണ്ട് എനിക്കിപ്പോൾ 200 മാർക്കേ കിട്ടിയുള്ളൂ, ഞാൻ ഉഴപ്പിപ്പോയി, അപ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വീട്ടുകാർക്കും ആ ഒരു ഡിഫറൻസ് സെൻസ് ചെയ്യാൻ പറ്റുമോടാ. ആദ്യത്തെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്കാണെങ്കിലും നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നും. രണ്ടാമത്തെ കാറ്റഗറി ആണെങ്കിൽ ഇനി നിങ്ങൾ ഉഴപ്പത്തില്ല എന്നുള്ളതിന് അവർക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല പറയാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒത്തിരി സമയം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും നമുക്ക് ഇതിനു മുന്നേ ചോദിച്ചതും ചോദിക്കാത്തതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും പഠിക്കും. അതേസമയം നമ്മുടെ കയ്യിൽ കുറച്ച് സമയം ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഹാർഡ് വർക്ക് വിട്ടിട്ട് നമ്മൾ സ്മാർട്ട് വർക്കിലേക്ക് പോകും. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് സെലക്റ്റീവായിട്ട് നമ്മൾ പഠിക്കും. എവിടെ നിന്നൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി പഠിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നീറ്റ് എക്സാമിൻ്റെ രീതികൾ കൊണ്ട് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ബയോളജിയാണ്. ആ ബയോളജി നിങ്ങൾ ഇനിയുള്ള ദിവസം കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളുടെ കൈക്കുള്ളിലാക്കണം. ബയോളജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിനെയോ കെമിസ്ട്രീനെയോ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും സിമ്പിളാണ് സ്കോർ ചെയ്യാനായിട്ട്. മനസ്സിലായോ? നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മോളിക്കുലർ ബേസിസ് ഒക്കെ ആണല്ലോ ഏറ്റവും പാടായിട്ടുള്ള ചാപ്റ്റർ. അതെന്തായാലും പഠിക്കാൻ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെയോ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെയോ അത്രയും പാടില്ലല്ലോ. നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം അതുപോലെ തന്നെയായിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബയോളജി നിങ്ങളുടെ കൈക്കുള്ളിലാക്കുക. പിന്നുള്ളത് നമ്മുടെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്തിൽ നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് എല്ലാ കൊല്ലവും ക്വസ്റ്റ്യൻസ് വരുന്നതും പിന്നെ അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് സെലക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ഫിസിക്സാണ്. ഫിസിക്സിനകത്തിൽ അതുപോലെ നമുക്ക് എല്ലാ കൊല്ലവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ഒക്കെ എല്ലാ കൊല്ലവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. മാത്രമല്ല ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതൊക്കെ നമ്മൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സ് സെലക്റ്റീവായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുക. കാരണം ഇനി നമ്മുടെ കയ്യിൽ ഇത്ര സമയമുള്ളൂ. നിങ്ങൾ വീണ്ടും ആ ഒരു പഴയ മൈൻഡ് സെറ്റോട് കൂടി, അതായത് എനിക്കെല്ലാം പഠിക്കാൻ പറ്റും, അതായത് എനിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാത്ത ക്വസ്റ്റ്യൻസും വലിയ വലിയ ബുക്കൊക്കെ എടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു മൈൻഡ് സെറ്റ് വിടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് വരൂടാ. നമുക്ക് 1 2 3 ചാപ്റ്റേഴ്സ് വൃത്തിക്ക് പഠിക്കാനേ പറ്റത്തുള്ളൂ. അതേസമയം ഈ ഒരു രീതി നമ്മൾ ഇനിയിപ്പോൾ ഇത്തിരി സ്മാർട്ടായിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പിഴവുകളൊക്കെ പറ്റി, ഇനിയിപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ PDF ആയിട്ടും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെലക്റ്റീവായിട്ട് പഠിക്കണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, മൈ ലൈഫ് മൈ റൂൾസ് എന്നാണ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ കംഫർട്ടബിൾ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വാർഡൻ എടുക്കുക ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് ആർക്കും കിട്ടത്തില്ല. അങ്ങനെയല്ല. നമുക്ക് എവിടെയാണ് നമ്മളുടെ കംഫർട്ട് സോൺ, നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റും, നമ്മൾ അത് ചൂസ് ചെയ്യുക. കാരണം ഇനി ഇത്ര സമയമുള്ളൂ. നിങ്ങൾ വേണം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ചിലപ്പോൾ ചിലവർ പറയും നിനക്ക് ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കാനുള്ള സമയമുണ്ടോ? അതൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമിൻ്റെ ലാസ്റ്റ് 1 മന്ത് ബയോളജിക്കകത്തൊക്കെ ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ എക്കോസിസ്റ്റം ഒക്കെ ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. അതായത് ഒരു പേജിൽ നിൽക്കുന്ന രീതിയിൽ ആ ചാപ്റ്റേഴ്സ് കൺസൈസ്ഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. കാരണം ഇപ്പോൾ ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ എക്കോസിസ്റ്റം, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇതിനകത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് വായിക്കാൻ കുറേ കാര്യങ്ങളുണ്ടാകും, കുറേ പേജ് കണക്കിന് കാര്യങ്ങളുണ്ടാകും. പക്ഷേ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് നമുക്ക് MCQs ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൂടെ ഇതാക്കിയിട്ട് ഒരു പേപ്പറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അതായിരുന്നു വായിക്കുന്നത്. എൻ്റെ അനിയത്തി വരെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇതൊക്കെ എന്തിനാണ്, ഇതിനൊക്കെ ഉള്ള സമയമുണ്ടോ എന്നുള്ളത്. പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. വേറൊരാളുടെ അഡ്വൈസ് ഈ ഒരു സമയത്ത് എടുക്കാൻ പോകരുത്. നമുക്ക് ഇപ്പോൾ സജഷൻസ് കേൾക്കുക, ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ പറയുന്ന സജഷൻസ് കേൾക്കുക, അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ലൈഫിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ കേൾക്കുക വിടുക, ആ ഒരു സംഭവമേ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീറ്റ് എക്സാമോ അല്ലെങ്കിൽ കീം എക്സാമോ ഒന്നുമല്ല നമ്മുടെ ബുദ്ധി അളക്കുന്ന സംഭവങ്ങൾ. ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമുക്ക് ഫിസിക്സ് അത്രയും ഓക്കെ ആയിരിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ, ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ പഠിച്ചൊരു ചേച്ചിയാണ് കഴിഞ്ഞ പ്രാവശ്യം കുഹാസിൻ്റെ റാങ്ക് 1. ആ ചേച്ചി 6000 റാങ്ക് മേടിച്ച് ഇവിടെ വന്ന ചേച്ചിയാണ്. ആ ചേച്ചിയുടെ കൂടെ ഫസ്റ്റ് റാങ്ക് മേടിച്ച, എൻ്റെ സമയത്ത് നീറ്റ് 2018 ഫസ്റ്റ് റാങ്ക് മേടിച്ച ഒരു ജസ്മിരിയ ബെന്നി എന്ന് പറഞ്ഞൊരു ചേച്ചി. ആ ചേച്ചി ഫസ്റ്റ് ഇയർ അനാട്ടമിക്ക് ഫെയിലായി, ആയി. മനസ്സിലായോ? അപ്പം ഈ നീറ്റ് എക്സാം അല്ലൊരു മാനദണ്ഡം. നമ്മളൊരു നല്ല ഡോക്ടർ ആവുന്നതോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നതോ ഒന്നും നീറ്റ് എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ നീറ്റ് എക്സാമിന് നിങ്ങളെ കൊണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്ത് വേറൊരു കോഴ്സിന് പോകേണ്ടി വന്നാലൊന്നും നമ്മൾ അത്രയും മോശക്കാരായിട്ട് തിങ്ക് ചെയ്യേണ്ട. നമ്മൾ എവിടെ പോകുന്നു അവിടെ എക്സൽ ചെയ്യാനായിട്ട് നോക്കുക. എൻ്റെ ഒരു വീടിനടുത്തുള്ളൊരു ചേച്ചി റിപ്പീറ്റ് ചെയ്തു, ചേച്ചിക്ക് കിട്ടിയില്ല. ചേച്ചി നേരെ സാധാ കെമിസ്ട്രി ഡിഗ്രി എടുത്ത് പോയി, അതിൻ്റെ PG എടുത്തു, ഇപ്പോൾ ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ബുദ്ധി അളക്കുന്ന ഒരു സംഭവമല്ല ഇത്, നമ്മളുടെ ടാലൻറ്റ് അളക്കുന്ന ഒരു സംഭവമല്ല. പക്ഷേ നീറ്റ് എക്സാം എഴുതുന്നതിനകത്തിലൂടെ നമുക്ക് എങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാം എന്നുള്ളൊരു സംഭവം കിട്ടും കേട്ടോ. ശരിക്കും അതൊരു സംഭവമാണ്. നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ടൈം യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് എങ്ങനെ പഠിക്കാമെന്നൊക്കെ ഒരു കോച്ചിങ് ഈ നീറ്റിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്ക്, അല്ലെങ്കിൽ നമ്മളിനിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോയാൽ തന്നെയും അതിനകത്തിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ സേഫ് ആക്കാൻ പറ്റും. നമുക്ക് ആ ഒരു രീതിയിൽ നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി, അതായത് ഇതിനകത്തൊന്നും എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നമുക്ക് എന്തായാലും നമുക്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിഗ്രറ്റ് ആണെങ്കിലും ഒരു നാണക്കേടാണെങ്കിലും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾക്കിനി എന്തൊക്കെ ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്, അതൊക്കെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി എഫക്റ്റീവാണ്. പിന്നെ ടൈം ടേബിളിനകത്ത് അധികം കാര്യങ്ങൾ കുത്തി നിറച്ച് പഠിക്കാതിരിക്കാൻ നോക്കുക. കാരണം ചിലപ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ടെൻഷനാവും. അപ്പോൾ സ്വന്തമായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഞാനൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. നീറ്റ് 2025 ഈ ആപ്പിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നാണ് 96% ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. നീറ്റ് 2024 95% ക്വസ്റ്റ്യൻസും ഈ ആപ്പിൽ ഡിസ്പ്ലേ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. 23 92% ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ ഈ ആപ്പിനകത്ത് അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. പിന്നെ ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ വരുന്നത് ബയോളജി എന്നാണല്ലോ. അപ്പോൾ ഈ ആപ്പിൽ നമുക്ക് ബയോളജി, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു ബയോളജി NCERTയുടെ PDF ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഹൈലൈറ്റഡ് ആയിട്ട് പഠിച്ച് മാറ്റാനായിട്ട് പറ്റും. പിന്നെ അവരിപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനുണ്ട്, വൈറ്റ് കോട്ട് ബാച്ച് എന്ന് പറഞ്ഞിട്ട്. അതിനകത്തിൽ നമുക്ക് ഇനിയുള്ള ദിവസം, അതായത് ഇനിയുള്ള 50 ദിവസത്തെ റോഡ് മാപ്പ് അതിനകത്തുണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് അതിനനുസരിച്ച് കവർ ചെയ്ത് പോകും. ചാപ്റ്റേഴ്സ് മാത്രമല്ല, നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് പിന്നെ റിവിഷൻ ചെയ്യാനും ആ ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകാനായിട്ടും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ബുക്ക് എന്നുള്ള രീതിയിൽ റെക്കോർഡ് ആവും. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ മിസ്റ്റേക്ക് ബുക്ക് മാത്രം എടുത്ത് റിവിഷൻ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മിസ്റ്റേക്ക് ബുക്കിലേക്ക് സേവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുക്ക് മാത്രം റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളാണല്ലോ റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് ബുക്കിലൂടെയും ഇങ്ങനെ റിവിഷൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ ഈ ആപ്പിനകത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കത് പ്രിൻ്റഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരത് അയച്ചും തരും. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ബാച്ചസും കാര്യങ്ങളുമാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു ടൈം ടേബിളുള്ള, അതായത് 50 ഡേയ്സ് റോഡ് മാപ്പ് ഉള്ള ബാച്ച് എന്ന് പറയുന്നത് ബ്രഹ്മാസ്ത്ര ബാച്ചാണ് കേട്ടോ. ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബാച്ചാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള NCERT കിട്ടും, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും കാര്യങ്ങളും കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ കിട്ടും. അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കിട്ടും. ശരിയടാ.